ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായെങ്കിലും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം യു.ഡി.എഫിന് വലിയ തലവേദനയാവുകയാണ്. കോൺഗ്രസ് മത്സരിച്ച 5 സീറ്റിലും ചരിത്ര വിജയം നേടി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. എന്നാൽ ആ നറുക്ക് ആർക്ക് വീഴുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ജില്ലയിൽ കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ്. ഇവരുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, മുഖ്യമന്ത്രി കുപ്പായം വെച്ച് ഓൾറെഡി 3 പേരിരുന്നിട്ട് ഒരാൾക്ക് മാത്രമാണ് ഈ പ്രാവശ്യം അവസരം കിട്ടിയത്. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ അതേ മാതിരി ഒരു തർക്കം തുടരുകയല്ലേ? പറയൂ. ഗോപിക, കോഴിക്കോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 21 വർഷം കോഴിക്കോട് കോൺഗ്രസിന് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ 2026 വരുമ്പോഴാണ് ആ ചരിത്രം തിരുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഒരു പുനരുജ്ജീവനം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് 5 MLA കോഴിക്കോട് ജില്ലയിലുണ്ട്. ഇങ്ങനെ കോഴിക്കോടിന്റെ ഒരു പുനരുജ്ജീവനത്തിന്, കോൺഗ്രസിന്റെ ഒരു പുനരുജ്ജീവനത്തിന് ചുക്കാൻ പിടിച്ചത്, നേതൃത്വം നൽകിയത് DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാർ ആണ് എന്നാണ് പ്രവീൺ കുമാറിന്റെ വാദം. കൊയിലാണ്ടിയിലെ MLA കൂടിയാണ് പ്രവീൺ കുമാർ. അതുകൊണ്ട് തന്നെ തനിക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീൺ കുമാർ തങ്ങളുടെ വാദം ഉന്നയിക്കുന്നത്. മാത്രമല്ല, കെ മുരളീധരന്റെ ഒരു പിന്തുണ പ്രവീൺ കുമാറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാദം ഒരു ഭാഗത്ത് കാര്യമായി തന്നെ നേതൃത്വത്തിനോട് പ്രവീൺ കുമാർ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് നോർത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള ജയന്ത് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജയന്ത്. ഈ ജയന്ത് ഉന്നയിക്കുന്നതും താൻ കോഴിക്കോടിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് തലമുതിർന്ന ഒരു നേതാവാണ്, അനുഭവ സമ്പത്തുണ്ട്, പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനേക്കാളും പരിചയ സമ്പത്ത് തനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയന്ത് രംഗത്ത് വരുന്നത്. മാത്രമല്ല, ജയന്തിന് മറ്റ് സമുന്നതരായിട്ടുള്ള കോൺഗ്രസിലെ നേതാക്കളുടെ ഒരു പിന്തുണ കൂടി ജയന്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2 പേർ ഇതിനോടകം തന്നെ കോഴിക്കോട് കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാറും അതുപോലെ തന്നെ കെ ജയന്തും ഇതിനോടകം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇങ്ങനെ കോഴിക്കോട് തന്നെ 5-ലധികം ആളുകൾ, 5-ലധികം MLA തങ്ങൾക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകുന്നത്. ഒരുപക്ഷെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ തള്ളി ജയന്തിനാണ് മന്ത്രിസ്ഥാനം നൽകുന്നതെങ്കിൽ അത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ, കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മറിച്ചാണ് സംഭവിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയാണ് മാറ്റി നിർത്തുന്നതെങ്കിൽ അതും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തലവേദനയാകും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് അറിയാൻ സാധിക്കും ആരെ തള്ളും, ആരെ കൂടെ നിർത്തും എന്നൊക്കെയുള്ളത്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് വലിയ തലവേദന തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ.